ചില കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പേർട്ടുകളൊന്നുമല്ല കുട്ടികളായിരിക്കും പറഞ്ഞുതരാം. ഒരു 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. അതെന്താന്ന് പറഞ്ഞുതരാം. ഈ കുട്ടിക്ക് 11,000 രൂപ വില വരുന്ന ഒരു സൈക്കിൾ വേണം. അപ്പോൾ ഈ കുട്ടി അവൻ്റെ അച്ഛനോട് പറയുകയാണ് ഈ കാര്യം. അപ്പം അച്ഛൻ പറഞ്ഞു, 11,000 രൂപ വില വരുന്ന സൈക്കിളോ, നടക്കില്ല പോലെ. അപ്പോൾ ഈ ഒരു റിപ്ലൈ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടി കരയും, വാശി പിടിക്കും, ബഹളം വയ്ക്കും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. അപ്പം വളരെ കൂളായിട്ട് അച്ഛന് സൈക്കിൾ വേണമെങ്കിൽ വാങ്ങിത്തരാതിരിക്കുക. ഇനിയുള്ള എല്ലാ ദിവസവും രാവിലെ 7:30 ട്യൂഷൻ തുടങ്ങും. അച്ഛനെ കൊണ്ടുവിടണം. 8:30 ട്യൂഷൻ വിടും. അച്ഛനെ കൊണ്ടുവരാനും വരണം. അപ്പം അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സൈക്കിൾ വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി. എല്ലാ ദിവസവും രാവിലെ ഇവനെ കൊണ്ടുവരണം. അച്ഛൻ്റെ ഓഫീസിൽ പോകാനുള്ള സമയം ക്ലാഷ് ആവുന്നുണ്ട്. അതുപോലെ 8 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കണം. ഇപ്പോഴത്തെ എണ്ണവില അനുസരിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവനോട് ഇവൻ്റെ അച്ഛൻ പറയാണ്, അച്ഛനൊന്ന് ആലോചിച്ചിട്ട് പറയാൻ മോനെ, ആലോചിച്ചോളൂ, നാളെ മുതൽ ട്യൂഷൻ തുടങ്ങും, മറ്റന്നാ വാങ്ങിത്തരാൻ മോനെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും വർക്ക് സ്പേസിലും സൊസൈറ്റിയിലൊക്കെ റെഗുലർ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പയ്യനെ എനിക്ക് പഠിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ഇറസിസ്റ്റിബിൾ ഓഫർ കൊടുക്കുമ്പോൾ അപ്പുറത്തെ വ്യക്തിക്ക് തോന്നണം താനിത് മിസ്സാക്കുകയാണെങ്കിൽ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നുള്ളത്. എനിവേ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.